ആലപ്പുഴയിലെ രാത്രികാലങ്ങൾ ഉണരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉണർന്നിരിക്കുകയാണ് ആലപ്പുഴക്കാരി. കുറുവെ പിടിക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ. ഏതായാലും രണ്ടുപേരെ പിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. മുഖ്യ ആകർഷണമായി ആലപ്പുഴ ബീച്ചിലെ ലൈറ്റ് ഹൗസിന് താഴെ ഉപ്പൂറ്റിക്കനാലിൻ്റെ ഇരുകരകളിലുമാണ് ആ രാത്രികാല കൂടിക്കാഴ്ച. കാണാം ആലപ്പുഴയിലെ ആ രാത്രിയുടെ സൗന്ദര്യവും മനോഹാരിതയും. രാത്രി 8 മണി കഴിഞ്ഞാൽ ഷട്ടർ അടയ്ക്കുന്ന നഗരമാണ് ആലപ്പുഴ എന്ന് പുറം ജില്ലക്കാർക്ക് ചെറിയൊരു കളിയാക്കലുണ്ട്. എന്നാൽ ആലപ്പുഴ പഴയ ആലപ്പുഴ അല്ല കേട്ടോ, കുറേയൊക്കെ മാറി. സന്ധ്യ കഴിഞ്ഞാൽ പുലരുവോളം ഫുൾ ഓണായി നല്ല വൈബുള്ള ഒരുപാട് സ്പോട്ടുകൾ ഇന്ന് ആലപ്പുഴ നഗരത്തിലുണ്ട്. പകൽ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ ഒഴിവുവേള ചായ കുടിച്ചും ലഘുഭക്ഷണം കഴിച്ചും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ചെലവഴിക്കാൻ പറ്റിയ ഒരിടം. ആലപ്പുഴ ബീച്ചിൽ നിന്ന് 200 മീറ്റർ മാറി ലൈറ്റ് ഹൗസിന് താഴെ ഉപ്പൂറ്റി കനാലിൻ്റെ ഇരുകരകളും അങ്ങനെ സായാഹ്നമാകുന്നതോടെ സജീവമാകും. മരച്ചില്ലകളിൽ വർണ്ണാഭമായ വിളക്കുകൾ, ന്യൂജൻ ചായക്കടകൾ, തട്ടുകടകൾ, കഫേകൾ, കളിസ്ഥലങ്ങൾ, പാണിപ്പൂരിക്കടകൾ, മോമോസ്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ, ഐസ്ക്രീം പാർലറുകൾ, ജ്യൂസ് കടകൾ, അങ്ങനെ കടകളുടെ ഒരു നീണ്ട നിര. സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ചകൾക്ക് എത്തുന്നവർക്കും കുടുംബവുമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടകേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഈ വീഥി. അതിൻ്റെ ത്രില്ലിലാണ് എല്ലാവരും. ഇവിടെ നൈറ്റൊക്കെ ഫുള്ള് വൈബാണ്. ആൾക്കാരെല്ലാം രാത്രി ക്രൗഡായിട്ട് വരുന്ന ഏരിയയാണ്. ഫാമിലീസ്, പിള്ളേർ സെറ്റ് എല്ലാം വരാറുണ്ട്. പിന്നെയെന്ന് പറയുമ്പം സൺഡേ സാറ്റർഡേ ആയിരിക്കും ക്രൗഡ് കൂടുതലുള്ളത്. തിരുവനന്തപുരത്ത് നമുക്ക് മാനവീയമുണ്ട്, ആലപ്പുഴയിൽ എന്തുണ്ട്? ആലപ്പുഴയിൽ നമുക്ക് മുപ്പാലമുണ്ട്. ഈ മുപ്പാലം നമുക്ക് മാനവീയം പോലെ ആക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി ഇത്രയും ഷോപ്പുകളുണ്ട്, ഇവിടെ ഒരുപാട് കടകളിൽ അത്യാവശ്യം കച്ചവടം വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഗുണപ്രദമാകുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഫാമിലീസും ചെറുപ്പക്കാരും എല്ലാം വരുന്നൊരു സ്ഥലമാണ്. ഒരു ബാംഗ്ലൂർ വൈബ് പോലെയൊക്കെ ആയി തുടങ്ങി ഇവിടെ. അപ്പോൾ അതിനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഗവൺമെൻറ്റിനും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ചെറിയ ചെറുപ്പക്കാരുണ്ട്, പുതിയ സംരംഭകരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഹെൽപ്പായിരിക്കും ഇത്. രാത്രി വൈകിയും സുരക്ഷിതമായി നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ആലപ്പുഴയിൽ ആകെയുള്ളത് ഇപ്പോൾ ഇവിടെ മാത്രമാണ്. ആദ്യം ഇവിടെ ചെറിയൊരു സ്പേസ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ കടയെല്ലാം വന്ന് ഡെവലപ്പായിട്ട് കുറച്ചുകൂടെ നമുക്ക് സൺഡേസ് ആണെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കറണ്ട്ലി ഇപ്പോൾ പറ്റുന്നുണ്ട്. കോട്ടയം നമ്മുടെ എറണാകുളമൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു എൻഗേജിങ് ആയിട്ടുള്ളൊരു നൈറ്റ് ലൈഫാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ കുറേ നാൾക്ക് മുമ്പ് വരെ ഭയങ്കര ഡിമ്മായിട്ടുള്ളൊരു ശാന്തപ്രദേശമായിരുന്നു. ലൈക്ക് 8 മണിയോടുകൂടി ആലപ്പുഴ ടൗണെ അടയ്ക്കും, ഒരവസ്ഥയായിരുന്നു. അതിനൊക്കെ ഒരു ഉണർവായിക്കൊണ്ടാണ് ഈ പുതിയ പുതിയ കടകളും പുതിയ പുതിയ സ്റ്റോളുകളൊക്കെ വന്നിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പുതിയൊരു നൈറ്റ് ലൈഫ് ആരംഭിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റോളുകളെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ആലപ്പുഴയെ സംബന്ധിച്ച് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പാട നമ്മുടെ ഒരു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾക്കാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്കൊന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുമാത്രമല്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫാമിലി ആയിട്ടാണെങ്കിലും ആളുകളൊക്കെ വന്ന് ഒരുപാട് സമയം ഇരിക്കുന്ന സ്ഥലമാണ്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ബാംഗ്ലൂർ സ്പെഷ്യൽ ഡെസേർട്ടുകളും മറ്റു വെറൈറ്റി ഇനങ്ങളും ഒരുക്കുന്ന ഭക്ഷണശാലകളാണ് മറ്റൊരാകർഷണം. ഇത് ഗുൽക്കണ്ട് എന്ന് പറഞ്ഞൊരു ഡെസേർട്ട് ഐറ്റമാണ്. ഇത് ബാംഗ്ലൂരാണ് ഇതിൻ്റെ ഒറിജിൻ. നമുക്കിപ്പം ഷോപ്പിൽ 2 വെറൈറ്റി ഗുൽക്കണ്ട്സ് വരുന്നുണ്ട്, നോർമലും വരുന്നുണ്ട്, സ്പെഷ്യലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം പുതിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയൊരു ഡിഷ് ഇറക്കിയിട്ടുണ്ട്. ബണ്ണിൻ്റെ തന്നെ ബട്ടർ ഗുൽക്കണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ ബണ്ണിൻ്റെ അകത്ത് ഗുൽക്കണ്ടിൻ്റെ ഫില്ലിങ്സ് എല്ലാം ആയിട്ട് 49 റുപ്പീസുള്ളൂ. ഇപ്പം ട്രെൻഡിങ് ആണ്, നമുക്ക് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് ബണ്ണിനൊക്കെ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് സ്പെഷ്യൽ ബട്ടർ ഗുൽക്കണ്ട്. അതാണിപ്പം നമുക്കിവിടെ മെയിനായിട്ടും സെയിൽസ് ഉള്ളത്. നല്ല ഞങ്ങൾ ആക്ച്വലി ഇത് ഇങ്ങനൊരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടും വർക്കിംഗ് ആണ്. സംഭവം കൊള്ളാം, എന്തായാലും വന്നത് വർത്തായി. നമ്മുടെ ഡെയിലി ലൈഫിനൊക്കെ ഒരു ഡിറ്റാച്ച്മെന്റ് പോലെ പെട്ടെന്ന് വന്നിരിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ഗ്യാദർ ചെയ്യാനും ഒക്കെ നല്ലൊരു സ്പോട്ടാണ്. ഉപ്പൂറ്റിപ്പാലത്തിന് മീതെ 3 പാലങ്ങൾ ചേരുന്ന മുപ്പാലം നാൽപ്പാലത്തിലേക്കുള്ള നിർമ്മാണ തിരക്കിലാണ്. നാൽപ്പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ വീഥിയുടെ അഴക് ഇരട്ടിയാകും. ആലപ്പുഴയുടെ
ആലപ്പുഴയുടെ രാത്രി ജീവിതം കൂടുതൽ ഭംഗിയാക്കാൻ ആലപ്പുഴ നഗരസഭയുടെ ഫുഡ് ആർട്ട് സ്ട്രീറ്റ് പദ്ധതി ഇതിന് തൊട്ടടുത്തായി അടുത്ത 3 മാസത്തിനുള്ളിൽ തുറക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ലൈറ്റ് ഹൗസ് മുതൽ FCI ഗോഡൌൺ വരെയുള്ള ഭാഗം പൈതൃകം സംരക്ഷിച്ച് ഫുഡ് സ്റ്റാളുകളാക്കി രാത്രി ജീവിതം സജീവമാക്കുന്നതാണ് പദ്ധതി. അനന്തു ബാബുവിനും ഷിബിൻ ബഷീറിനുമൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. അപ്പോൾ ഇനി അടുത്ത യാത്ര ആലപ്പുഴയിലേക്ക് ഉറപ്പിച്ചല്ലോ. അങ്ങനെ മനോഹരമായ ഭക്ഷണവും കാഴ്ചയും ഒക്കെയായി ആലപ്പുഴ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തൽക്കാലം 2 കുറുവയൊക്കെ പിടിച്ച സ്ഥിതിക്ക് ആലപ്പുഴയിൽ നൈറ്റ് ലൈഫൊക്കെ രാത്രി കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. ആലപ്പുഴക്കാർക്ക് സമാധാനമായി.